ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വെക്കേഷൻ ടൈമാണല്ലേ, മക്കൾക്ക് സ്കൂളില്ല. അപ്പോൾ കൂടുതൽ ടൈം നമ്മളെടുത്തവർ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ വെക്കേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ലൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ മടിച്ച് ഇത്രയായി, സ്കൂൾ തുറക്കാനായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഹെയർ ഓയിൽ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസൊന്നും ഞാനതിൽ ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഹെയറിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തുകൊണ്ട് റെഡിയാക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഈ ഒരു വെക്കേഷൻ ടൈം ആകുമ്പോൾ മക്കളുടെ ഹെയറൊക്കെ നമുക്ക് കുറച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മളെടുത്ത് കിട്ടുന്ന ടൈം വളരെ കുറവല്ലേ. അപ്പം നമുക്ക് ഹെയർ ഓയിൽ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഓയിൽ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, പിന്നെ റോസ്മേരി, ഡ്രൈഡ് റോസ്മേരി ആണ് കേട്ടോ. റോസ്മേരി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കൂടെ കറ്റാർവാഴ ശരിക്കും വെയിൽ കൊണ്ടിട്ട് ഒരു വാടിയ പോലെ ആയി കേട്ടോ. ഞാനൊരു 2 ലീഫ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, തൊലിയൊന്നും കളയുന്നില്ല, സൈഡ് മാത്രം കളഞ്ഞിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. കട്ട് ചെയ്ത് ഞാൻ കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു തുണിയിൽ ഇങ്ങനെ പൊങ്ങി വെച്ചതാണ് കേട്ടോ. ഓക്കെ, അതിന് വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് തുണിയിൽ പൊങ്ങി വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഹെയറിന്, കറിവേപ്പിലൊക്കെ നല്ല കറുപ്പ് കളർ കിട്ടാൻ, നമ്മുടെ ഹെയറിന് നല്ല കറുപ്പ് കളർ കിട്ടും കറിവേപ്പില ഓയിൽ ആഡ് ചെയ്താൽ. പിന്നെ റോസ്മേരി നമ്മുടെ ഹെയർ ഫോൾ തടയാൻ, പിന്നെ ഹെയർ നല്ലപോലെ വളരാനും തിക്കാവാനും ഒക്കെ സഹായിക്കുന്ന സംഭവം. അപ്പോൾ കരിഞ്ചീരകമൊക്കെ ഹെയറിന് എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള സംഭവം നിങ്ങൾക്കറിയാം, ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. റോസ്മേരി വാട്ടൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നില്ലേ. അപ്പോൾ ഉലുവയും നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. കറ്റാർവാഴ ആയാലും ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇത്രയും സാധനം മാത്രമേ ഞാൻ ഈ ഓയിൽ ആഡ് ചെയ്ത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ 1 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണയാണ് ഇപ്പം ഓയിൽ റെഡി. ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടില്ല കേട്ടോ, ചൂടായി വന്നിട്ടുണ്ട്. തിളക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. ആ ടൈം നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി. ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. പിന്നെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടുള്ളത്. അപ്പം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിൽ റെഡി ആകുന്നതിൻ്റെ ഒരു തൊട്ട് മുമ്പ് മാത്രം റോസ്മേരി ചേർക്കാൻ മതി. അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ലാസ്റ്റായിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് അങ്ങനെ തിളച്ച് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ആ ഓയിലേക്ക് വരട്ടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി തിളച്ച് കഴിഞ്ഞാൽ അലോവേര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഉലുവയും കരിഞ്ചീരകവും ഈ കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് ശരിക്കും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറ്റാർവാഴ ഇല കൊടുക്കണം. കുറച്ചുകൂടി നമ്മൾ തിളക്കട്ടെ. ഞാൻ നൈറ്റാണ് കേട്ടോ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പം രാത്രി നമ്മൾ ഉണ്ടാക്കിയിട്ട് ചൂടാറാൻ വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും ചൂടക്കാറി തണുത്ത് നമുക്ക് ബോട്ടിലേക്ക് ആക്കേണ്ട രീതിയിലായി കിട്ടും. അതുകൊണ്ട് ഞാൻ നൈറ്റാണിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ കറ്റാർവാഴയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആക്കി വെക്കരുത്. എല്ലാം കരിഞ്ഞ് പോയിട്ട് ഓയിൽ വേറെ ഒരു ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി ടൈം ഇത് തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫൈനലായിട്ട് ഇതിട്ട് കൊടുക്കാൻ, റോസ്മേരി ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പോകും കേട്ടോ. നമ്മളിത് മക്കൾക്ക് കുളിക്കുന്നതിൻ്റെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ചൊരു 5 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുത്ത് പിന്നെ കുളിപ്പിക്കുക. നമ്മുടെ ഓയിൽ ഏകദേശം തിളച്ച് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ റോസ്മേരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഓയിലിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ടൈമിൽ ഇതൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഫൈനലി നമ്മൾ ഓയിൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നൊന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിഞ്ഞ് വെച്ചാൽ അങ്ങനെ കത്തിയിട്ടല്ല, ഇതൊന്ന് വാടി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഓയിൽ നിന്നൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഓയിൽ റെഡിയാക്കാൻ ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ആയിട്ടുണ്ടാവും കേട്ടോ. ഈ 1 മണിക്കൂർ ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെയിം ഒരു പൊടി പോലും ഞാൻ ഓയിൽ റെഡിയായി വരുന്നത് വരെ കൂട്ടി വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ നല്ല ഓയിലിൽ തന്നെ ശരിക്കും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അലവരൊക്കെ ശരിക്കും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ റോസ്മേരി ഇട്ടതുകൊണ്ട് തന്നെ അത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഓയിൽ ഇവിടെ റെഡിയായി വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ബാക്കി ഇനി മോർണിംഗിൽ ബോട്ടിലൊക്കെ മാറ്റേണ്ടതുണ്ട്. അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഗൈസ്, നമ്മുടെ ഓയിൽ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് രാവിലെ ആകുമ്പോഴത്തേക്കും. ഇതിപ്പോൾ ഞാൻ അരിച്ചിട്ട് ഒരു ബോളിലേക്ക് ആക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ഓയിൽ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബോട്ടിലേക്ക് മാറ്റാൻ പോകുന്നു. ഈ ഒരു ബോട്ടിലേക്കാണ് ഞാൻ മാറ്റുന്നത്. ഈ ബോട്ടിൽ ഞാൻ മീഷോന്ന് കോംബോ ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഈ 3 ബോട്ടിലിന് 230 രൂപയാണ്. ഒരു 1 ലിറ്ററിൻ്റെ, ഒരു 1/2 ലിറ്ററിൻ്റെ, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഇതുപോലുള്ളൊരു ബോട്ടിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഓൾറെഡി ഞാൻ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഓയിൽ ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസം ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.